ഇന്ന് ഇന്ന് എൻ്റെ വീടിന്റെ ഹോം ടൂർ നടത്താൻ പോവുകയാണ്. അപ്പം നമുക്ക് അതിലേക്ക് അപ്പം പോവാണ് നമ്മൾ ഗായ്സ്. വീടിനുള്ളിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ പണി കുറച്ചായിട്ട് റെഡി വരുന്നേ ഉള്ളൂ വീടിന്റെ. അതുകൊണ്ട് അത്ര പ്രതീക്ഷിക്കൊന്നും ചെയ്യണ്ട. ഇതാണ് വീടിന്റെ ഉൾഭാഗം. ഇതെൻ്റെ നടുഭാഗമാണ്. ഇവിടെ കുറച്ച് ലൈറ്റ് കുറവാണ്, അതുകൊണ്ട് ആരും അത്ര പ്രതീക്ഷിക്കണ്ട. ഇനി നമുക്ക് മോൾ ഭാഗത്തിലേക്ക് കടക്കാം. മോൾ ഭാഗത്ത് നല്ല വ്യൂ ആണ് ഗൈസ്. സൂപ്പർ വ്യൂ ആണ്. ഇവിടുന്ന് മേൽഭാഗത്ത് അങ്ങോട്ട് നോക്കുമ്പോൾ റോഡ് കാണാൻ പറ്റും. വെളിച്ചം വളരെ കുറവാണ്. നോക്കണം, വെളിച്ചം വളരെ കുറവാണ് ഗൈസ്. അതുകൊണ്ടൊന്നും ഞങ്ങളിത് രാവിലെയാണ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ മഴേന്റെ ചെറിയ കോളുള്ളത് കൊണ്ട് രാവിലെ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സൂര്യനൊന്നും കാണുന്നില്ല. ഈ ഡോറ് തുറക്കാനാണ് ഏറ്റവും പാട്. ഹൈറ്റ് കുറവാണ് നമുക്ക്. വെളിച്ചം കണ്ട കുറേ വർഷങ്ങൾക്ക് ശേഷം ഗൈസ്, ഇതാണ് ഇവിടത്തെ വ്യൂ. എൻ്റെ വീടാണ് ഇതേ അത് കാണുന്നത്. നീല വീടാണ് എൻ്റെ. ആടെയുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീടിൻ്റെയും. ഇവിടെ കണ്ടോ പരിസരം എന്ത് സുഖമാണ് ഗൈസ് കാണാൻ. മുന്നിൽ വയലുമുണ്ട്, റോഡുമുണ്ട്. താഴെ നോക്കിയാൽ ഇവന്റെ ഗാർഡനും കാണാൻ പറ്റും ഗൈസ്. നല്ല വലുപ്പമുള്ള ഗാർഡനായിരുന്നു ഗൈസ്. അതാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് കടക്കാം. കുട്ടിക്കള ഇപ്പം ഗൈസ് അത് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടില്ല. ഫോണ് സ്റ്റോറേജ് ഫുള്ളായിപ്പോൾ, അതുകൊണ്ടാണ്. നിങ്ങളിപ്പോൾ പടി താഴോട്ടേക്ക് കൊണ്ടുകയാണ്. നിങ്ങൾക്ക് അതേ ക്ലിയർ ആകില്ല രാവിലെ എടുക്കുന്നതുകൊണ്ട്. ഇത് നോക്കൂ ഗൈസ്, ഒരു കാര്യമുണ്ട്. ഇത് നോക്കൂ, താഴോട്ടേക്ക് കാട്ടു. നിങ്ങൾക്ക് അത്ര ക്ലിയർ ആവില്ല. ഇവിടെ ഒരു പൂച്ചയുടെ കാൽപ്പാടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ സിമെന്റ് ഇടുന്ന സമയത്ത് ഒരു ചെറിയ 2 പൂച്ചക്കുട്ടിയുണ്ട്. അയറ്റുകൾ 2 അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. അയറ്റുകളെ കാൽപ്പാട് അവിടെ വന്നതാണ്. ഗൈസ്, ഇതാണ് എൻ്റെ കോലായി. നല്ല വലുപ്പമുള്ള കോലായാണ്. പിന്നെ ഈ വീടിൻ്റെ പണി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അന്നേരം ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഗൈസ്, ഇതാണ് എൻ്റെ സൈക്കിൾ. ഇപ്പോൾ അതിൻ്റെ ടയർ പഞ്ചറായി പോയിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കലില്ല. നല്ല സൈക്കിളായിരുന്നു. ബ്രേക്കെല്ലാം വളരെ കൊള്ളാം. ഇതാണ് വേറൊരു കൊലായി. ഇയാളെ കൊലായിക്ക് നല്ല വലിപ്പമുണ്ട് ഗൈസ്. ഇതാണ് ജനവാതിൽ. വളരെ രസമുള്ള ജനവാതിലാണ്. ഒരു കാര്യമുണ്ട് ഗൈസ് ഇവിടെ. അതായത് നിങ്ങൾ ശ്രീ കേട്ടുക, ഈ ചെടിയെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും. ഗൈസ്, ഇത് ഇതിനെക്കാട്ടും വലിപ്പമുണ്ടായിരുന്നു ആദ്യം. ഇത് ഞങ്ങൾ വെട്ടിയപ്പോൾ പിന്നെ വീണ്ടും ഉണ്ടായതാണ്. ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ പറയണേ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇയാൾ ഓരോരോ ചെടിയായിട്ട് നല്ല അടുത്തേക്ക് പോവുക. ആ ചെടി ഉള്ള വീട് ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ചെടി അത്ര ആൾക്കാർക്ക് അറിയുന്ന ചെടി ആയിരിക്കില്ല ഇക്കാലത്ത് ഉള്ള ആൾക്കാർക്ക്. പണ്ടത്തെ ആൾക്കാർക്ക് സ്നേക്ക് പ്ലാന്റ്, ഓക്സിജൻ പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതാണ് തലയിൽ തേക്കുന്ന വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ഷാമ്പൂ എന്നും പറയും. ഇതെല്ലാം വളരെ നല്ല ബ്യൂട്ടിഫുള്ളായ പൂക്കളാണ്. ഇവിടെ കണ്ടോ ഗായ്സ്, ഞങ്ങൾ ഇന്നലെ ഇതിൻ്റെ വീഡിയോ എടുത്തതാണ്. ഇവിടത്തെ മുളക് ഇന്നലെ ഞങ്ങൾ ഇതിൻ്റെ മുളകല്ലേ? യെസ്, കാന്താരി മുളകാണ് ഗായ്സ്. നല്ല പൂവൊക്കെ ഇതാ. പിന്നെ ഇതാ മാങ്ങയും ഇതാ. ഞങ്ങളുടെ ബാക്കിൽ ഒരു മാങ്ങ മരമുണ്ട്, വലിപ്പമുള്ള. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് കടക്കാം.
ഗൈസ് മുന്നിൽ കാണുന്നത് എൻ്റെ പീടിയായിരുന്നു, പണ്ടത്തെ പീടിയ. അവിടെ ഞാൻ പണ്ട് കുറേ ഇരിക്കലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് നാശപ്പെട്ടു ഇരിക്കുന്നു. എൻ്റെ അച്ചാച്ചൻ്റെ പീടിയായിരുന്നു അത്. എൻ്റെ അപ്പം ഗായ്സ് കണ്ടോ ഗായ്സ്, ഞങ്ങൾ ഇന്നലെ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷെ ഇന്ന് കുറച്ചുകൂടി എടുത്തതാ. വല്ല മാറ്റം ഉണ്ടായാലോ എന്ന് പ്രതീക്ഷിച്ചിട്ട്. അങ്ങോട്ട് ഇവിടെ മേലെയെല്ലാം ഇതുണ്ട്, മറ്റേ പപ്പായ. നിങ്ങളെ നാട്ടിൽ എന്താണ് ഇതിനെ വിളിക്കുന്നതെന്ന് പറയണേ. ഇവിടെ കുറേ പൂക്കളുണ്ട്. ഗായ്സ് ഇത്രയേ വീഡിയോ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിൽ പറയണേ. പിന്നെ ഒരു ലൈക്ക് അമർത്തിയിട്ട് പോകണം കേട്ടോ. ഒരു ബുദ്ധിമുട്ടുമില്ല അതിന്. ഈസി പീസി. ഓക്കെ ബൈ.